ഇത് ബിഗ് ബോസ് അല്ല കേട്ടാ, ചുമ്മാ വഴക്കുണ്ടാക്കരുത്, ആളെ കൊണ്ടൊന്നും ഒന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ മാത്രമേ ഡാൻസ് ചെയ്യാറുള്ളൂ. ഏറ്റവും 100 ദിവസവും ഡാൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അനീഷ് ചേട്ടൻ, അല്ലേ അനീഷ് ചേട്ടാ? ഇതിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ, എന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു മാസമായി സ്റ്റിൽ അനുമോള് ബിഗ് ബോസ് കാര്യമാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും എല്ലാവരും ആയിട്ട് കാണുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ശരിക്കും ഗസ്റ്റ് എന്ന് പറഞ്ഞ അനീഷ് ചേട്ടനാണ്. അപ്പൊ അനീഷ് ചേട്ടനും ഡാൻസ് ചെയ്യണം. ശരി, അനുമോള് പറയുന്നു ഞാൻ 100 ദിവസം ഡാൻസ് ചെയ്തു. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ഡാൻസ് കണ്ടിരിക്കും. അപ്പൊ അനുമോള് ഡാൻസ് കളിച്ചിട്ടില്ല എന്നാണ് അനുമോള് പറയുന്നത്. ഏറ്റവും കുറച്ച് ഡാൻസ് കളിച്ചതിപ്പം ഇത് ബിഗ് ബോസ് അല്ല കേട്ടാ, ചുമ്മാ വഴക്കുണ്ടാക്കരുത്, ആളെ കൊണ്ടൊന്നും ഒന്നും പറയിപ്പിക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ ഡാൻസ് ചെയ്യും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ അനീഷനോട് കളിക്കണമെന്ന് മാത്രം. പിന്നെ ഉമ്മ ഡാൻസ് ചെയ്യില്ലേ? ഉമ്മയുടെ മകൻ ഡാൻസ് ചെയ്യില്ലേ? ഡാൻസ് ചെയ്യില്ലേ? ഈ സ്റ്റേജ് നിൽക്കുന്ന എല്ലാവരും ഡാൻസ് ചെയ്യും. ലാസ്റ്റ് സ്റ്റേജിൽ പോലും നിങ്ങൾ തരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് രണ്ടുപേരുടെ ഒന്നിച്ചുള്ള ഒരു ഡാൻസ് നമുക്ക് കണ്ടാലോ, അല്ലേ? ഒരു കൈഡി നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനൊരു ഡാൻസറോ ഡാൻസിന്റെ ABCD പോലും അറിയാത്ത ആളാണ്. ബിഗ് ബോസില് ഇവരെല്ലാവരും പറയാറുണ്ട്, ഒന്ന് ഫ്ലെക്സിബിൾ ആവ് അനീഷേ, ഒന്ന് ഫ്ലെക്സിബിൾ ആവ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഡാൻസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു തരണം, അല്ലേ അനു? എല്ലാരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് നല്ലല്ലോ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കത് കണ്ടാൽ മതി. നമുക്കത് എന്താണ്, നമ്മളൊരു എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ ഡാൻസ് ചെയ്തു, അപ്പൊ നിങ്ങൾ ചെറിയൊരു പെർഫോമൻസ് ചെയ്തില്ല. ഇതിനൊക്കെ പുറമെ തന്നെ ഞാൻ ഒരാളെ പോസ്റ്റ് കൊടുത്തു. റെജി, അടിപൊളി. അനുമോള് സുന്ദരിയാണ്, അതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു ഫോട്ടോ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി അപ്പൊ എല്ലാരും സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹായ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കുറച്ച് ബിസി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും മെസ്സേജ് ചെയ്യുന്നു, നമ്മുടെ മീഡിയക്കാർ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് അകത്ത് നമുക്ക് ബിൽഡിംഗിൽ കസ്റ്റമേഴ്സ് ആക്ച്വലി ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ്. അവരെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിപ്പോ ലക്കി ഡ്രോ നടത്താനായിട്ട് പോവാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാൻ, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ വെയിറ്റിംഗ് ആണ്. അവര് ലക്കി ഡ്രോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ആയിട്ട് മാത്രം കണക്കാക്കാം. നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവർ പിന്നീട് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അവർ വീണ്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ റൈറ്റ് നൗ ഇവരെ രണ്ടുപേരെ നമ്മുടെ രാജകുമാരിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഫോർ ദി ഇനാഗുറേഷൻ.